കേരള PSC ഇന്ന് നടത്തിയ ഫയർമാൻ എക്സാമിനേഷൻ ചോദിച്ചൊരു ചോദ്യമാണ്. ഗോ വിച്ച് ഇസ് ഈക്വൽ ടു 32, ഷീ SH ഷീ വിച്ച് ഇസ് ഈക്വൽ ടു 49. ഇങ്ങനെയാണെങ്കിൽ സം എത്രയായിരിക്കും എന്ന്, അതായത് കോഡിങ്ങിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗോ എന്ന വേർഡിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡാണ് 32, ഷീ എന്ന വേർഡിന്റെ കോഡാണ് 49. അങ്ങനെയാണെങ്കിൽ സം എന്ന വേർഡിനെ കോഡിൽ എഴുതിയാൽ ഏതായിരിക്കും ആ നമ്പർ എന്നാണ് ചോദ്യം. ഓപ്ഷൻസിൻ്റെ അകത്ത് 56, 58, 62, നൺ ഓഫ് ദ എബോവ്. എങ്ങനെയായിരിക്കും ഒരു ആൻസർ കണ്ടുപിടിക്കുക? ആക്ച്വലി നമ്മൾ ഇംഗ്ലീഷ് ലെറ്റർ എ തൊട്ട് ഇസഡ് വരെയുള്ള 26 ലെറ്റേഴ്സിന് നമ്മൾ 13 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാന്ന് വെച്ചോ. അപ്പോൾ ABCDEF തൊട്ടിട്ട് N വരെ ആദ്യത്തെ 13, പിന്നെ അടുത്ത 13 MNOP കൊണ്ട് മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ആദ്യത്തെ A ആണെങ്കിൽ ബാക്കിൽ നിന്ന് ആദ്യം Z ആണ് അല്ലേ. ഇവിടെ രണ്ടാമത് B ആണെങ്കിൽ അവിടെ നിന്ന് രണ്ടാമത് Y ആണ്. CX DW ഇതൊരു പെയേഴ്സ് ആണ്. അതായത് ഫസ്റ്റ് 26, ഒന്നാമത്തെ ലെറ്റർ 26ാമത്തെ ലെറ്റർ, രണ്ടാമത്തത് 25. അങ്ങനെ നമ്മൾ പെയറാക്കുകയാണെങ്കിൽ എയുടെ പെയറാണ് Z, ബിയുടെ പെയറാണ് Y, സിയുടെ പെയറാണ് X. ഇത് ആക്ച്വലി ഒന്ന് ബൈഹാർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ പെയേഴ്സ് കൃത്യമായിട്ടൊന്ന് അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ചില സീക്രട്ട് കോഡൊക്കെ വെച്ചിട്ട് ഞാൻ ചില കാര്യങ്ങൾ ഓർമ്മിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കും അതുപോലെ ഓർത്ത് വെക്കാൻ പറ്റും. ഞാൻ എങ്ങനെയാണ് പറഞ്ഞുതരാം. ഇപ്പോൾ A കാണുമ്പോൾ തന്നെ ഞാൻ മൈൻഡിൽ അനിമൽസ് ഉള്ളത് സൂയിലാണ്. അപ്പോൾ AZ. ഓക്കെ, BY ഇതൊക്കെ നമുക്ക് ആദ്യത്തെ ഏതുകൊണ്ട് ഈസിലി കിട്ടും അല്ലേ. BY ഒക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇടയിൽ ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ എച്ചിൻ്റെ പേര് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ മൈൻഡിൽ H എന്ന് പറയുമ്പോൾ തന്നെ ഹൈസ്കൂൾ എന്ന് ഓർക്കും. അപ്പോൾ ഹൈ സ്കൂൾ HUS ആണ് പേര്. അതുപോലെ ഇപ്പോൾ I കാണുമ്പോൾ എന്നോട് ഐയുടെ പേര് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇന്ത്യൻ റുപ്പി അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേ എന്ന് ഓർക്കും. IR അതിൻ്റെ പേര് ആറാണ്. എല്ല് ചോദിക്കുകയാണെങ്കിൽ ലോഗോൺ അങ്ങനെ ഓർത്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ്, കുറേ നാൾ മുന്നേ തൊട്ട് അറിയാവുന്ന ലോഗോൺ. അപ്പോൾ എല്ലിൻ്റെ പേര് ഓയാണ്. അതുപോലെ ഇപ്പോൾ M ആണെങ്കിൽ M ഉം N ആണ്, അടുത്തടുത്ത് 2 പേരാണ്. ഓക്കെ, അങ്ങനെ ഓർക്കാൻ പറ്റും. ഇപ്പോൾ വേറെ ഏതെങ്കിലും കണ്ടിട്ട് ഏതാണ് പേരെന്ന് ചോദിച്ചാൽ ഞാൻ എലക്ഷൻ വോട്ട് അങ്ങനെയാണ് ഓർത്ത് വെച്ചത്. അപ്പോൾ ഈയുടെ പേര് V ആണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പഠിച്ചു വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ FU ആണെങ്കിൽ 4U ഇങ്ങനെ അങ്ങനെയാണ് ഓർത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഓർത്ത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. GT ആണ് ഞാൻ ഗ്രാൻഡ് ട്രങ്ക് അങ്ങനെ ഓർത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിവേ നമുക്കിപ്പോൾ ഇത് ബൈഹാർട്ട് അറിയില്ല, നമുക്ക് ഇങ്ങനെ എഴുതിയാൽ പെട്ടെന്ന് പേഴ്സ് ആക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് GOയിൽ ജിയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഏതാണെന്ന് നോക്കിയാൽ A1 B2 C3 അങ്ങനെ നോക്കുകയാണെങ്കിൽ G ഏതാ? G എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 7 ആണ്. 7ാമത്തെ ലെറ്റർ ആണ് അല്ലേ. O ആണെങ്കിലോ MNO 15ാമത്തെയാണ്. അപ്പോൾ 15 നമ്മൾ ആഡ് ചെയ്താൽ 32 കിട്ടില്ല, 22 കിട്ടുള്ളൂ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 32 വന്നിട്ടുണ്ടെങ്കിലെന്ന് വെച്ചാൽ ജിയുടെ പേരായ T ഗ്രാൻഡ് ട്രങ്ക്, ഓയുടെ പേരായ L ലോഗോൺ, ഓയും എല്ലും ആണ് പേഴ്സ്. ഓക്കെ, അപ്പോൾ TU L എന്നിട്ട് ടീൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ, ടീൻ്റെ നമ്പർ എത്രയാണ്? ടീയുടെ നമ്പർ എന്ന് പറയുന്നത് 20 ആണ്. 20ഉം എല്ലിൻ്റെ നമ്പർ എത്രയാണ്? എല്ലിൻ്റെ നമ്പർ 11 12 ആണ് വരുന്നത്. അപ്പോൾ 20ഉം 12ഉം 32 കിട്ടും. അപ്പോൾ ഗോ എന്ന് പറഞ്ഞ ഈ 2 ലെറ്റേഴ്സിൻ്റെ പെയർ ലെറ്റേഴ്സ് ആയിട്ടുള്ള ടിയും എല്ലും എടുത്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് നമ്പേഴ്സ് ആയിട്ടുള്ള 20ഉം 12ഉം ആഡ് ചെയ്തിട്ടാണ് 32 കിട്ടിയിരിക്കുന്നത്. ഷീല് അത് വർക്കൗട്ട് ആവുമ്പോൾ നോക്കുക. ഷീല് എസിൻ്റെ പേര് ഏതാ? ഹൈസ്കൂൾ. എസിൻ്റെ പേര് H ആണ്. ഓക്കെ, വീണ്ടും Hൻ്റെ പേര് S ആണ്. ഈയുടെ പേര് ഇലക്ഷൻ വോട്ട് V ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പേഴ്സ് എഴുതി, എന്നിട്ട് Hൻ്റെ കറസ്പോണ്ടിങ് നമ്പർ, Hൻ്റെ നമ്പർ ഏതാ? H 1 2 3 4 ഇങ്ങനെ നോക്കി വരുമ്പോൾ H 8 വരും. ഓക്കെ, പിന്നെ S ആണെങ്കിൽ 19ാമത്തെ ലെറ്റർ ആണ്. പിന്നെ V വന്നിട്ട് 22ാമത്തെ ലെറ്റർ ആണ്. അപ്പോൾ ഈ 3 പെയർഡ് ലെറ്റേഴ്സിനെ കണ്ടുപിടിച്ചിട്ട് അവരുടെ കറസ്പോണ്ടിങ് നമ്പർ എടുത്ത് കൂട്ടി നോക്കിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് 49 കിട്ടുന്നത് അല്ലേ. 18ഉം 19 22 കൂടി കൂട്ടുമ്പോൾ 49 കിട്ടും. അത് കറക്റ്റായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ആൻസർ ഇട്ട് വരേണ്ടത്. അപ്പോൾ നമ്മുടെ സമ്മിൻ്റെ കറസ്പോണ്ടിങ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? എസിൻ്റെ പേര് ഏതാണ്? എസിൻ്റെ ഹൈസ്കൂൾ H, എസിൻ്റെ പേര് H, ഓയിൻ്റെ പേര് ലോഗോൺ എടുത്താൽ L, എമ്മിൻ്റെ N ആണ്, ഈയുടെ പേര് V ആണ്. ഓക്കെ, അതായത് നിങ്ങൾ 1 26 2 25 അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന പേഴ്സാണ്. ആ പേഴ്സ് ആയിട്ടുള്ള ലെറ്റേഴ്സിനെ എടുത്തു. എന്നിട്ട് Hൻ്റെ കറസ്പോണ്ടിങ് നമ്പർ 8, എല്ലിൻ്റെ 12, എന്നിൻ്റെ 14, BD 22 ഈ നമ്പേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു സം എന്ന് പറഞ്ഞ വാക്കിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള കോഡ് നമ്പർ. അപ്പോൾ ഇത് ആഡ് ചെയ്തിട്ട് എത്രയാണ് നിങ്ങൾക്ക് കിട്ടിയത്? ഈ ഓപ്ഷനിലുണ്ട്. 56 ആണോ 58 ആണോ 62 ആണോ നൺ ഓഫ് ദ എബോവ് ആണോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റുമല്ലോ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ആരെങ്കിലും ഒന്ന് എക്സാമിന് എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. PSC എക്സാമിനേഷൻ തയ്യാറെടുക്കുന്നവർക്കെല്ലാം ഓൺലൈൻ PSC കോച്ചിങ് നമ്മുടെ PSC എക്സാം കൂടെ ആപ്പിൽ ലഭ്യമാണ്. അപ്പോൾ നമ്മൾ ഈ മന്തിലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജൂലൈ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് നടക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും PSC കോച്ചിങ് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ കൊടുത്തുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.